RSSന്റെ സർക്കാർ വിവാഹം ADGPയെ കണ്ടു. ഇതത്ര വലിയ വാർത്തയാണോ? RSSന്റെ സർക്കാർ വിവാഹം എല്ലാ കാലഘട്ടത്തിലും സർസംഘചാലകും സർക്കാർ വിവാഹവും അദ്ദേഹം ഒരു സംസ്ഥാനത്ത് വരുമ്പം പ്രമുഖരായിട്ടുള്ള ആളുകളെ കാണാറുണ്ട്. അതിലെന്താ തെറ്റ്? RSS നിഷേധിച്ചു? ഇല്ലല്ലോ. പഞ്ചനക്ഷത്ര ഹോട്ടലിൽ കൂടിക്കാഴ്ച നടത്തി എന്ന് പറഞ്ഞപ്പോഴാണ് നിഷേധിച്ചത്. കാരണം RSS നേതാക്കന്മാർ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ താമസിക്കാറില്ല, ഹോട്ടലിലേ താമസിക്കാറില്ല. അവരൊന്നുകിൽ RSS ക്യാമ്പിൽ, അല്ലെങ്കിൽ ആരുടെയെങ്കിലും വീട്ടിൽ, അതല്ലെങ്കിൽ കാര്യാലയത്തിൽ, ഇങ്ങനെ താമസിക്കാറുള്ളൂ. RSSനെ പറ്റി ഇവർക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. സർക്കാർ വിവാഹം സർസംഘചാലകം രാഷ്ട്രീയം പറയേയില്ല, ആരെ കണ്ടാലും പറയില്ല. അദ്ദേഹം രാഷ്ട്രീയത്തിൻ്റെ കാര്യം ഒരിക്കലും ചർച്ച ചെയ്തിട്ടില്ല. BJPക്കാരോടും RSSകാരോടും പോലും അവർ പറയില്ല രാഷ്ട്രീയം. അതാണ് RSS. അപ്പോൾ ADGPയെ കണ്ടു. ADGPയെ സ്വാഭാവികമായിട്ടും ADGPയെ കണ്ടത് ADGPക്ക് താല്പര്യമുള്ളത് കൊണ്ടാവും, ADGPക്ക് കാണണം എന്നുള്ളത് കൊണ്ടായിരിക്കും. ഈ ADGP എന്ന് പറയുന്നത് അമൃതാനന്ദമയി മിഷൻ്റെ വളരെ വളരെ ബന്ധമുള്ള ഒരു മനുഷ്യനാണ്. സാംസ്കാരിക പ്രതലത്തിലൊക്കെ ധാരാളം ചർച്ച ചെയ്യപ്പെടുന്ന എല്ലാവരുമായി ബന്ധമുള്ള ആളാണ്. VD സതീശനായിട്ട് അദ്ദേഹത്തിന് ബന്ധമുണ്ട്, വേണുഗോപാലായിട്ട് ബന്ധമുണ്ട്, ഞാനുമായിട്ട് ബന്ധമുണ്ട്. ഞാൻ വളരെ നല്ല അടുത്ത സുഹൃത്താണ് എൻ്റെ. അപ്പോൾ അദ്ദേഹം RSSന്റെ സർക്കാർ വിവാഹിനെ കണ്ടത് എന്താ ഇത്ര വലിയ പ്രശ്നം? എൻ്റെ ചോദ്യം എന്താ? സർസംഘചാലക് സർക്കാർ വിവാഹം ഇതിനു മുമ്പ് കോൺഗ്രസ് നേതാക്കന്മാരെ കണ്ടിട്ടില്ലേ? ഇവിടുത്തെ ഗവൺമെന്റിന്റെ സെക്രട്ടറിമാരെ കണ്ടിട്ടില്ലേ? ജഡ്ജസിനെ കണ്ടിട്ടില്ലേ? KT തോമസിനെ പോലെയുള്ള പ്രഗത്ഭനായിട്ടുള്ള റിട്ടയർഡ് ചെയ്തപ്പോഴും അതിന് മുമ്പും കണ്ടിട്ടില്ലേ? ജസ്റ്റിസ് VR കൃഷ്ണയ്യരെ കണ്ടിട്ടില്ലേ? കേരളത്തിൽ RSSന്റെ സർസംഘചാലകവും സർക്കാർ വിവാഹവും വരുമ്പോൾ വെരി ഇമ്പോർട്ടൻറ്റ് പേഴ്സൺസ് ആയിട്ടുള്ള ആളുകളെ ഞങ്ങൾ ബന്ധപ്പെടുകയോ അവർ ബന്ധപ്പെടുകയോ ചെയ്താൽ ഞങ്ങൾ കാണാൻ സൗകര്യമൊരുക്കും. അതിനെന്താ തെറ്റ്? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, UDFന്റെ പ്രമുഖനായ നേതാവാണ് CP ജോൺ. ആ CP ജോൺ 2004 സർസംഘചാലക് CP ജോണിൻ്റെ വീട്ടിലെ പോയി കണ്ടത്. അതൊരു പേഴ്സണൽ ടോക്കാണ്, ഒരിക്കലും രാഷ്ട്രീയം പറയില്ല. അപ്പോൾ ആ പേഴ്സണൽ ടോക്ക് വ്യക്തിയും നമ്മൾ കാണാൻ പാടില്ല. ഈ ജനാധിപത്യ സമൂഹത്തിൽ RSSന്റെ ആൾക്കാർ ആരെയും കാണാൻ പാടില്ല. ഇതെന്ത് മര്യാദകേടാണ്? RSS എന്ന് പറയുന്നത് ഇന്ത്യ ഭരിക്കുന്ന ഒരു മഹാപ്രസ്ഥാനത്തിൻ്റെ മാതൃസംഘടനയല്ലേ? ഇനി അതുമാത്രമോ, ഒരു ADGP പൂരത്തിൻ്റെ കാര്യം, ഒരു പൂരം കലക്കാൻ ADGPയെ സർക്കാർ വിവാഹം വിളിക്കണോ? അങ്ങനെയാണ് തൃശ്ശൂർ വിളിക്കണോ? ഇന്ന് RSSന്റെ സർക്കാർ വിവാഹം ഇന്ത്യയിലെ ഏത് SP വിളിച്ചാലും നാഗപ്പൂരിൽ വരും. RSS ആസ്ഥാനത്ത് വന്ന് നിൽക്കും. അതിനുള്ള കഴിവ് RSSനുണ്ട്. RSSന്റെ മോർച്ച അല്ലെങ്കിൽ RSSന്റെ പരിവാറാണ്. ആ പരിവാറിൽപ്പെട്ടതാണ് BJP. അവരാണ് ഇന്ത്യ ഭരിക്കുന്നത്. അപ്പോൾ അമിത്ഷാ ഒരു വാക്ക് പറഞ്ഞാൽ ഇന്ത്യയിലെ മുഴുവൻ IPS ഉദ്യോഗസ്ഥന്മാരും എത്തൂലേ നാഗപ്പൂര്? അതിനിവിടെ വരണോ? എന്തു കഷ്ടമായത്! ഇതൊക്കെ എത്ര കൊല്ലമായിട്ട് ഞങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന, ഞങ്ങളോട് പോലും ഇന്ന് വരെ RSSന്റെ സർക്കാർ വിവാഹവും അതുപോലെ തന്നെ സർസംഘചാലകവും രാഷ്ട്രീയം പറഞ്ഞിട്ടില്ല. BJP വന്നാലും വന്നില്ലെങ്കിലും അവരെ സംബന്ധിച്ചിടത്തോളം അവർ കാണുന്നത് ഹിന്ദുത്വം എന്ന് പറയുന്ന സാംസ്കാരിക ഭൂമികയുടെ വളർച്ചയാണ്. അത് രാഷ്ട്രീയത്തിൽ കൂടെ മാത്രമല്ല, ഭാരതത്തിലെ ഒന്നാമത്തെ തൊഴിലാളി പ്രസ്ഥാനമേത BMS അല്ലേ? ആ BMSുമായി സഹകരിച്ചിട്ടല്ലേ CITU പ്രവർത്തിക്കുന്നത്? ഇന്ന് ഇന്ത്യയിൽ CITU ഒരു സമരം നടത്തിയാൽ അത് BMS ഓഫീസിൽ വന്ന് ചർച്ച ചെയ്തിട്ടില്ല നടത്തുക. BMSുമായിട്ട് ചർച്ച നടത്താം. BMSുമായിട്ട് CITUവിന് യാതൊരു വിഷമവുമില്ല. പിണറായി വിജയൻ അടക്കമുള്ള ആളുകൾ BMSും CITUവും ഒരുമിച്ച് നടത്തുന്ന സമരങ്ങളിൽ പങ്കെടുക്കാറില്ലേ? അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്ത് ഇന്ത്യയിലെ ഒന്നാമത്തെ രാഷ്ട്രീയ പ്രസ്ഥാനം, ഏറ്റവും വലിയ വിദ്യാർത്ഥി പ്രസ്ഥാനം. അങ്ങനെ എത്ര സംഘടനകളുണ്ട്. എന്തിനു പറയുന്നു? വികലാംഗന്മാരുടെ സംഘടന, അതായത് അന്ധന്മാർ, കണ്ണിന് കാഴ്ചയില്ലാത്ത ആളുകൾ, കൈയില്ലാത്തവർ, വികലാംഗന്മാർ. ആ വികലാംഗ സഹോദരങ്ങളുടെ ഭാരതത്തിലെ ഏറ്റവും വലിയ സംഘടന ഏതാ? സക്ഷമയാണ്. സക്ഷമ അത് RSS ഉണ്ടാക്കിയതാ. അതിൽ ഇന്ത്യയിലെ എല്ലാവരും വരുന്നു. മുൻ രാഷ്ട്രപതി പ്രണബ് മുഖർജി RSSന്റെ ആസ്ഥാനത്ത് വന്നില്ലേ? ഇതിൽ ഞാൻ ചോദിക്കണേ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നതിന് എന്താണ് തെറ്റ്? അപ്പോൾ ADGP വന്നത് പൂരം കലക്കാനാണെന്ന് പറഞ്ഞാൽ ഇതിനൊക്കെ എന്ത് മറുപടി പറയണം? ഞാൻ UDFന്റെ ഒരു പ്രതിനിധിയുമായിട്ട് സർസംഘചാലക് സംസാരിച്ചു എന്ന് പറഞ്ഞപ്പോൾ ആ ചാമക്കാല എന്ന് പറയുന്ന കോൺഗ്രസ്സുകാരൻ എന്തൊരു ബഹളമായിരുന്നു. സംസാരിക്കില്ല, ഗോപാലകൃഷ്ണൻ പേര് പറയണം, ബഹള. പേര് പറഞ്ഞപ്പോൾ ഒന്നും പറയാനില്ല. അപ്പോൾ പറയുന്നത് രാഷ്ട്രീയം പറയാനാണോ പോയെന്ന്? ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞു വന്നത് ഈ നാട്ടിലെ ജനങ്ങൾ അറിയണം.
സുരേഷ് ഗോപിക്ക് ഈ നാട്ടിലെ ജനങ്ങൾ കൊടുത്ത വോട്ടാണ്. ജനങ്ങളെ ഇങ്ങനെ അപമാനിക്കരുത്. തൃശ്ശൂരിലെ ആളുകൾ സുരേഷ് ഗോപിക്ക് കൊടുത്തത് എന്തെങ്കിലും ഒന്ന് ഈ നാട്ടിൽ നടക്കട്ടെ എന്ന് വിചാരിക്കട്ടെ. ഈ സുരേഷ് ഗോപിയെ പോലെ നല്ലൊരു മനുഷ്യൻ ഇങ്ങനെ ഈ കള്ളന്മാർ പെരിച്ചാഴികൾ എല്ലാ പ്രാവശ്യവും ജയിച്ചു പോവുക, ഒന്നും ചെയ്യാതിരിക്കുക, എന്നിട്ട് വീട്ടിലേക്ക് സമ്പത്തുണ്ടാക്കുക, അഴിമതി മാത്രം നടത്തുക. അങ്ങനെ അഴിമതി നടത്തുന്ന ഈ കള്ളന്മാരെ ഒരു പാഠം പഠിപ്പിക്കാനുള്ള BJPയുടെ മുന്നേറ്റത്തിൻ്റെ തുടക്കമായിരുന്നു തൃശ്ശൂരിലെ തെരഞ്ഞെടുപ്പ്, തൃശ്ശൂരിലെ വിജയം. ആ വിജയത്തെ ഇപ്പോൾ പൂരത്തിൻ്റെ പേര് പറഞ്ഞ് അതിൻ്റെ മഹിമ കുറയ്ക്കാൻ, പകിട്ട് കുറയ്ക്കാൻ വളരെ ബോധപൂർവമായ ശ്രമങ്ങളാണ് ഈ വർഗങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇതിലൊക്കെ നേരിട്ട് പങ്കാളിയ എന്ന നിലയിൽ ഞാൻ വളരെ കൃത്യമായി പറയുകയാണ്, പോലീസിൻ്റെ ആക്ഷൻ ഉണ്ടായി. ആ ആക്ഷൻ ഇടതുപക്ഷത്തിൻ്റെ സ്വാധീനം മൂലമാണ്. കാരണം എന്താ, 2016 സുനിൽകുമാർ ജയിച്ചത് പൂരത്തിൻ്റെ പ്രശ്നത്തിൽ ഇടപെട്ടുകൊണ്ടാണ്. അന്ന് ഞാൻ മത്സരിച്ചിരുന്നു തൃശ്ശൂർ നിയോജക മണ്ഡലത്തിൽ. കരിമരുന്നും പാടില്ല എന്ന് ചില ആളുകൾ, നമ്മളുമായി ബന്ധപ്പെടുന്ന ഹിന്ദു ഐക്യവേദിയുടെ ചില ആളുകൾ സംസാരിച്ചപ്പോൾ പൂരപ്രേമികളൊക്കെ BJP വിരുദ്ധരായി. ഉടനെ ചാടി രംഗത്തിറങ്ങി സുനിൽകുമാർ. പൂരപ്രേമികൾക്ക് ആശ്വാസവും അവരുടെ താല്പര്യവും സന്തോഷവും കൊടുത്തുകൊണ്ട് BJPക്കെതിരെ കരിമരുന്നും ഞാൻ കൊണ്ടുവരുമെന്ന് പറഞ്ഞ് രംഗത്ത് വന്നു. അങ്ങനെ അന്ന് പൂരത്തിൻ്റെ ആ വിഷയത്തിൽ രംഗത്ത് വന്ന സുനിൽകുമാറിനറിയാം, തൃശ്ശൂർ പൂരത്തിൽ വന്നാൽ കുറച്ച് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റും. 1500, 2000, 5000 വോട്ട് ഒരു പക്ഷെ മാറ്റാൻ പറ്റും. അന്ന് അദ്ദേഹം ജയിച്ചത് 1500, 2000 വോട്ടിനാണ്. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് ഇപ്രാവശ്യം പൂരത്തിൽ ഇടപെടാൻ ബോധപൂർവം ചില വഴികളുണ്ടാക്കി. അതിനൊരു തെളിവുണ്ട്. അതിൻ്റെ ഒരു തെളിവാണ് ഞാൻ പറഞ്ഞത്. അന്ന് രാവിലെ കണിമംഗലം ദേശത്തുനിന്ന് വന്ന പൂരം, ആ പൂരത്തിൻ്റെ വിഷയത്തിൽ പോലീസുമായിട്ട് ഈ സുനിൽകുമാറും രാജനും തർക്കിച്ചു. ഉച്ചക്കലത്തെ കുടമാറ്റ സമയത്ത് തർക്കിച്ചു. അതിനിടയിൽ കുടമാറ്റം വന്നപ്പോൾ കുടമാറ്റത്തിൽ അയോധ്യ കൊടയായി വന്നപ്പോൾ തന്നെ ഒരു ബഹളം വെക്കാൻ തുടങ്ങി. അപ്പോൾ ഇതൊക്കെ ഇവന്മാരുണ്ടാക്കുന്ന ചില പ്രശ്നങ്ങളാണ്. ഇവർ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കി രാഷ്ട്രീയം കളിക്കാൻ നോക്കി. പക്ഷേ ഇപ്രാവശ്യം വളരെ വിജിലൻ്റ് ആയിട്ട് BJPയും BJPയുടെ പ്രവർത്തകരും ഞങ്ങളെല്ലാവരും കിട്ടുന്ന എല്ലാ അവസരങ്ങളെയും അതൊരു ഹിന്ദുത്വ ശക്തിയുടെ വികാര പ്രകടനങ്ങളായി മാറ്റാൻ ഞങ്ങൾ ശ്രമിച്ചു. അത് BJPയുടെ രാഷ്ട്രീയമാണ്, അതിനുള്ള അവകാശം നമുക്കുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനത്തെ ഒരു അന്തരീക്ഷം ഉണ്ടാക്കാൻ കഴിഞ്ഞതുകൊണ്ട് ജനങ്ങൾ സ്വാഭാവികമായും ഇപ്രാവശ്യം BJPയോടൊപ്പം നിന്നു. ഞങ്ങൾ പറഞ്ഞു, നരേന്ദ്രമോദി വന്നാൽ ഈ കേരളത്തിൽ, ഈ തൃശ്ശൂരിൽ വികസനം ഉണ്ടാവും. അത് ഞങ്ങൾ പരക്കെ കൊണ്ടുവന്നു. തൃശ്ശൂർ പേരിന് ഒരു കേന്ദ്രമന്ത്രി, ആ കേന്ദ്രമന്ത്രിയായി വാക്കുപാലിച്ചു. ഇനിയും പല കാര്യങ്ങളും നടക്കാൻ പോകുന്നു. ഇതൊക്കെ കണ്ട് അന്താളിച്ച് നിൽക്കുന്നവർ സുരേഷ് ഗോപിയുടെ വിജയത്തെ പകിട്ട് കുറയ്ക്കാൻ വേണ്ടി, വിജയത്തെ പൂരത്തിൻ്റെ പേരിൽ കണക്ട് ചെയ്യുന്നത് ഒരുതരം ആഭാസമാണ്, അപലപനീയമാണ്, മൂന്നാം തരമാണ്. അപ്പോൾ ഇത് നാട്ടിലെ ജനങ്ങൾ അറിയണം. ഇനി ഞാൻ വെറുതെ സിമ്പിളായി ചോദിക്കുക, ഈ കേരളത്തിലെ എല്ലാ ജില്ലകളിലും വലിയ വലിയ ക്ഷേത്രങ്ങളുണ്ട്. അപ്പോൾ ആ ക്ഷേത്രോത്സവം കലക്കിയ BJP ജയിച്ചു വരുമോ എല്ലാ സ്ഥലത്തും? എന്ത് ബാലിശമാണ് ഈ പറയുന്നത്? അതുകൊണ്ട് ഇത്തരം ബാലിശങ്ങളായിട്ടുള്ള കാര്യങ്ങളെ ഉയർത്തിക്കൊണ്ടുവരിക, എന്നിട്ട് അൻവർ പറഞ്ഞതെല്ലാം തമസ്കരിക്കുക. അപ്പം അൻവർ എവിടെ? അൻവർ പറഞ്ഞ കാര്യങ്ങൾ എവിടെ? അൻവറുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ എവിടെ? ഇപ്പം എന്താ വിഷയം? ഇപ്പോൾ RSSുമായിട്ടുള്ള ഡയലോഗ് മാത്രമാണ്. കുഴപ്പമില്ല, ചർച്ച ചെയ്യട്ടെ, നമുക്ക് വിരോധമില്ല. പക്ഷേ യാഥാർത്ഥ്യങ്ങൾ ജനങ്ങൾ അറിയണം. നമസ്കാരം.